വെറും 13 വയസ്സുവരെ മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നുപോയവൾ. പക്ഷേ അവൾ പരത്തിയ അസാധാരണ വിശുദ്ധിയുടെ പരിമളവും അതിന് അവളുടെ സ്വർഗീയ മണവാളൻ നൽകിയ അംഗീകാരത്തിന്റെയും ചരിത്രം സഭയിൽ ഇന്നും അനേകർക്ക് ക്രിസ്തുവിന്റെ വിശ്വസ്തതയുടെ അടയാളമായി പ്രചോദനമായിക്കൊണ്ടിരിക്കുകയാണ്. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന റോമയിലെ ആഗ്നസ്. ക്രിസ്തുവിന് വേണ്ടി ബാഹ്യമായതെല്ലാം ത്യജിക്കാൻ തയ്യാറായ ആഗ്നസ് അതീവ സുന്ദരിയായിരുന്നു. കാഴ്ചയിൽ അതിസുന്ദരിയായിരുന്ന ആഗ്നസിനെ വിവാഹം ചെയ്യാൻ റോമിലെ നിരവധി യുവാക്കൾ ആഗ്രഹിച്ചു. എന്നാൽ അവൾ ക്രിസ്തുവിനെ തന്റെ സ്വർഗീയ മണവാളനായി തിരഞ്ഞെടുത്ത് കഴിഞ്ഞിരുന്നു. ക്രിസ്തു ആദ്യം എന്നെ തിരഞ്ഞെടുത്തു, ഞാൻ അവിടത്തേക്ക് മാത്രം അവകാശപ്പെട്ടവളാണ് എന്നായിരുന്നു അവളുടെ വാക്കുകൾ. മതപീഡനങ്ങൾ നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ റോമ സാമ്രാജ്യം ഭരിച്ചിരുന്നത് ഡയോക്ലേഷ്യൻ ചക്രവർത്തിയായിരുന്നു. ക്രിസ്ത്യാനികളെ നിർബന്ധിച്ച് മതം മാറ്റുന്ന സമയമായിരുന്നു അത്. അനേകം ക്രൈസ്തവർ പീഡനങ്ങളെ ഭയന്ന് മതം മാറിയിരുന്നു. ആഗ്നസ് ഒരു ക്രിസ്ത്യാനിയാണെന്നറിഞ്ഞ റോമൻ ന്യായാധിപൻ വിശ്വാസം പരിത്യജിച്ച് ജൂപ്പിറ്റർ ദേവനെ ആരാധിക്കാൻ അവളോട് ആജ്ഞാപിച്ചു. എന്നാൽ ആഗ്നസ് അതിന് വഴങ്ങിയില്ല. ഇത് മനസ്സിലാക്കിയ മർദ്ദകർ പീഡനോപകരണങ്ങൾ കാണിച്ച് അവളെ ഭീഷണിപ്പെടുത്തി. എന്നിട്ടും ജൂപ്പിറ്റർ ദേവനെ ആരാധിക്കാതെ ആഗ്നസ് തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. തനിക്ക് സ്വന്തമായവരെ ഈശോ സംരക്ഷിക്കും എന്നായിരുന്നു ആഗ്നസിന്റെ മറുപടി. ജൂപ്പിറ്റർ ദേവനെ ആരാധിക്കാൻ തയ്യാറാകാതിരുന്ന ആഗ്നസിനെ പീഡിപ്പിക്കാൻ ഒരു വേശ്യാഗ്രഹത്തിന് വിട്ടുകൊടുക്കാൻ സിംഫ്രോണിയൂസ് കൽപ്പിച്ചു. എന്നാൽ വിശുദ്ധ വളരെ ശാന്തതയോടുകൂടി ഇപ്രകാരം പറഞ്ഞു: എന്റെ ശരീരം സംരക്ഷിക്കുന്നതിനായി എനിക്ക് കർത്താവിന്റെ മാലാഖയുണ്ട്. അവളുടെ മറുപടിയിൽ അരിശം പൂണ്ട മുഖ്യൻ അവളെ ആ കുപ്രസിദ്ധി ആർജിച്ച ഭവനത്തിലേക്ക് അയക്കുകയും ആ ഭവനത്തിൽ പ്രവേശിച്ച ഉടനെ കർത്താവിന്റെ മാലാഖ അവളുടെ രക്ഷയ്ക്കായി നിൽക്കുന്നത് അയാൾ കാണുകയും ചെയ്തു. അവളുടെ അടുക്കൽ ആസക്തിയോടെ എത്തിയ യുവാവ് അന്ധനാക്കപ്പെട്ടതായും പിന്നീട് ആഗ്നസ് തന്നെ പ്രാർത്ഥിച്ച ആ യുവാവിന് കാഴ്ച തിരിച്ചു കിട്ടിയതുമായാണ് ചരിത്രം. അന്യദേവന്മാരെ ആരാധിക്കാൻ ആഗ്നസ് തയ്യാറല്ലായിരുന്നു. ഏതൊരു ശിക്ഷയും ഇതിനെ പ്രതി ഏറ്റുവാങ്ങാൻ ആഗ്നസ് തയ്യാറുമായിരുന്നു. അവളെ കഠിനമായി പ്രഹരിച്ചെങ്കിലും അവളെ പൊള്ളിച്ചെങ്കിലും പീഡനങ്ങൾ കൂടുന്തോറും അവൾ കൂടുതൽ ശാന്തയായി കാണപ്പെട്ടു. ആഗ്നസിന്റെ നിശ്ചയദാർഢ്യത്തിൽ കുപിതനായ ന്യായാധിപൻ അവളെ നഗരത്തിന്റെ തെരുവിലൂടെ നഗ്നയാക്കി നടത്തുന്നതിന് ഉത്തരവിട്ടു. അത് അവൾക്ക് വളരെ വേദനയുളവാക്കി. എങ്കിലും ഈശോയിൽ തന്നെ ശരണം വെച്ച് നിർഭയം നടക്കാൻ അവൾ തയ്യാറായി. അത്ഭുതമെന്ന് പറയട്ടെ, രാജസേവകർ വസ്ത്രമെല്ലാം വലിച്ചു കീറിയപ്പോൾ തന്നെ മുറിച്ചു കളയപ്പെട്ട അവളുടെ മുടി വളർന്നു വന്ന് അവളുടെ ശരീരത്തെ ഒരു വസ്ത്രമെന്ന പോലെ ആവരണം ചെയ്തു. വിജാതീയനായ ഒരു പുരോഹിതൻ അവൾ ദുർമന്ത്രവാദിനിയാണ് എന്ന ആരോപണം ഉന്നയിച്ചതിനാൽ ന്യായാധിപൻ അവളെ തീയിലെറിയുവാൻ ഉത്തരവിട്ടു. അവൾ തന്റെ കൈകൾ വിരിച്ച് ദൈവത്തെ സ്തുതിക്കുകയും തീജ്വാലകൾ കെട്ടണയുകയും ചെയ്തു. അവൾ പറഞ്ഞു: ഞാൻ പ്രതീക്ഷിച്ചത് പുൽകുവാൻ പോകുകയാണ്. ഭൂമിയിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ച അവനിൽ ഞാൻ സ്വർഗത്തിൽ ഒന്നായി ചേരും. അനന്തരം അവളുടെ ആഗ്രഹം നിറവേറ്റപ്പെട്ടു. മരണവിധി പ്രഖ്യാപിക്കപ്പെട്ടു. ധൈര്യപൂർവ്വം പ്രാർത്ഥനയോടെ ആരാച്ചാരുടെ വാളിന് മുന്നിൽ അവൾ തല കുനിച്ചു കൊടുത്തു. എന്റെ രക്തം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വാൾ മലിനമാക്കിയേക്കാം, പക്ഷേ ക്രിസ്തുവിന് സമർപ്പിക്കപ്പെട്ട ഈ ശരീരം നിങ്ങൾക്കൊരിക്കലും മലിനമാക്കാനാവില്ല എന്നായിരുന്നു കർത്താവിന്റെ മാത്രം സ്വന്തമായിരുന്ന ആ കൗമാരക്കാരിയുടെ വാക്കുകൾ. AD 304 13-ാം വയസ്സിൽ ശിരസ് ഛേദിക്കപ്പെട്ട് ആഗ്നസ് രക്തസാക്ഷിയായി. കന്യകാത്വത്തിന്റെ മഹത്വത്തെ അവൾ രക്തസാക്ഷിത്വം കൊണ്ട് മകുടം ചാർത്തിയെന്ന് വിശുദ്ധ ജെറോം അവളെപ്പറ്റി പിന്നീട് എഴുതുകയുണ്ടായി.